ഇതോടെ എൻ്റെ മുടിയുടെ കാര്യത്തിൽ തീരുമാനമാവും കേട്ടോ. കുറേ നാളായിട്ട് അമ്മ പുറകെ നടന്ന് പറയും കുറച്ച് മുടി കയറ്റി വെട്ടുന്നു. പക്ഷേ എനിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ മുടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ വെട്ടാൻ മനസ്സേ ഇല്ല. പക്ഷേ അമ്മയുടെ തീരുമാനം മാനിച്ച് ഞാൻ ഇന്ന് മുടി വെട്ടാൻ പോവാം കേട്ടോ. എനിക്ക് മുടി വെട്ടിത്തരുന്ന എൻ്റെ സ്വന്തം അപ്പനാട്ടോ. അന്നൊന്നും പണ്ട് തൊട്ടേ എൻ്റെ അപ്പം വെട്ടിയാലേ വളരുള്ളൂ എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക്. ഇങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അവസാനം മുടി മുറിക്കാൻ നേരത്തെ എൻ്റെ മനസ്സ് മാറിയിട്ട് ഒരു തുള്ളി പോലും കയറ്റിവിട്ടാൻ ഞാൻ സമ്മതിച്ചില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അറ്റം വെട്ടി വിട്ടാൽ മാത്രമേ വളരുള്ളൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ കുറച്ച് അറ്റം വെട്ടി തന്നു. പക്ഷേ ഷേപ്പ് ചെയ്ത് കുറച്ചധികം കയറി ഒരു 2 ഇഞ്ച് നീളത്തിലെങ്കിലും മുടി പോയിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് അതാണ് ഇഷ്ടം. ഇനിയും കുറച്ച് അത്രയും സന്തോഷമാണ് അമ്മയ്ക്ക്. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. ഇതൊന്നും എൻ്റെ അഹങ്കാരമായി കാണരുത്. ഡെലിവറിക്ക് ശേഷം എനിക്ക് ഇപ്പോഴാണ് ഇച്ചിരിയെങ്കിലും മുടി വളരുന്നത്. കുറച്ചെങ്കിലും നാൾ മുടി വളർത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇതേ മുടി വെട്ടിയിൽ സങ്കടം ഉണ്ടെങ്കിൽ ഇനി വളരുമെന്നുള്ള വിശ്വാസത്തെ തെങ്ങിൻ്റെ ചോട്ടി കൊണ്ട് കുഴിച്ചിട്ടു കേട്ടോ. തെങ്ങിൻ ചോട്ടിൽ വെട്ടിയ മുടി കുഴിച്ചിട്ടാ പെട്ടെന്ന് വളരുമെന്ന് ഞാൻ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള കേട്ടോ. അങ്ങനെ തിരിച്ചു വരുമെന്ന് നോക്കിയപ്പോൾ പൊന്നൂട്ടിയാണെങ്കിൽ എൻ്റെ മുടിയും വെട്ടിത്ത അപ്പൂപ്പാന്ന് പറഞ്ഞിരിപ്പുണ്ട് കേട്ടോ.